ഇവന്മാരെ പോലുള്ള മല ചെറ്റകളുള്ള കൺട്രോളർമാരെ മൈരികളെ ആദ്യം ദൂരെ അറിയണം. മൊത്തം സിനിമക്കാർക്ക് ആക്ഷേപമാണ്. ഇത് കാലുമേ കാല് വെച്ചിരിക്കലാണ് അവരുടെ പണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സിനിമയുടെ ഇപ്പൊ വിവാദത്തിലയക്കുന്ന പ്രൊഡക്ഷനിലുള്ള ടീമുകൾ വന്നിട്ട് ഫുഡിന്റെ സാധനങ്ങൾ മറ്റേക്ക് മേടിച്ച് 1,50,000 അങ്ങനെ പല പല എമൗണ്ടുകൾ എന്ന് പറഞ്ഞു. ഇപ്പം ആഷിക പോകൊണ്ട് റിപ്പോർട്ട് ചാനലിനകത്ത് ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഡയറക്ടർ അവർക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അവർ നിരപരാധിയാണ്. ഈ കൺട്രോളറെ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുക. നമ്മുടെ ഈ സിനിമയുടെ കൺട്രോൾ യഥാർത്ഥം പറഞ്ഞ ഈ സിനിമയുടെ കാര്യങ്ങൾ ഏറ്റവും ഇസഡുകാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ടോ അവർ കൊടുത്തിട്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് വരണം. ഞാൻ നേരത്തെ ഇതിനകത്ത് കുറെ കൺട്രോളർമാർ എന്നെ വന്ന് പക്ക തെറികൾ വിളിച്ചിട്ടുണ്ട്. പക്ക തെറികൾ ഞാൻ ഇത് 100% ഞാൻ ഇപ്പൊ സമാനമായല്ലോ. കാരണം ഞാനാണെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞപ്പോ എന്നെ ആണെങ്കിൽ ഇതിനകത്ത് വന്ന് പല ആൾക്കാർ നിങ്ങൾ ആടെ പേര് പറയുന്ന പല കമന്റുകളും പേഴ്സണൽ മെസ്സേജ് അങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തായാലും എനിക്ക് എന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് നീ ആടാ ചോദിക്കാന്നൊക്കെ. ഇത് ആർക്കാ കൊള്ളുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. 10% സിനിമാക്കാരാണെങ്കിൽ ഇവരിപ്പോ ഈ ലൊക്കേഷനിൽ പോയിട്ട് ആ വീട് പിന്നെ കംപ്ലൈന്റ് ആക്കി എന്ന് പറഞ്ഞു, സ്ഥലം കംപ്ലൈന്റ് ആക്കി എന്ന് പറഞ്ഞു, അവിടെ എല്ലാം പിന്നെ അവരൊന്നും ഒരു എന്താ പറയാ അത്ര നശിപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഇതിന് അവർക്ക് പൈസ കൊടുത്തു. അതുമില്ല അവരെയൊക്കെ ഒരു 3 മാസത്തോളമായിട്ട് ഇങ്ങനെ ഓരോ അവര് ഫുഡിന്റെ പേര് വരെ എടുത്തു പറയുന്നുണ്ട്. ഇത് ഈ പ്രൊഡക്ഷൻ കമ്പനിക്കോ ഈ ഡയറക്ടറിനോ പറ്റിയതല്ല. ഇവർ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രൊഡ്യൂസർമാരാന്ന് പറഞ്ഞാൽ നേരിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും കൊണ്ട് ഇങ്ങനെ പൈസ കൊടുക്കാൻ പറ്റില്ല. നല്ല വിശ്വാസമുള്ള കൺട്രോളർ, ആ കൺട്രോളർ ആർക്കാണ് പൈസ കൊടുത്തത്? അല്ലെ കൺട്രോളർക്ക് പണി എന്തോ കാലുമേ കാല് വെച്ചിരിക്കലാണ് അവരുടെ പണി? അല്ല, ഇവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ട് അവരെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? അവർ ഷൂട്ടിങ് പാക്കപ്പ് ചെയ്യുമ്പോൾ അവർ അവിടെ വന്നിട്ട് ആ ലൊക്കേഷനൊക്കെ നോക്കണം. അവർ ആർക്ക് പൈസ കൊടുക്കേണ്ട ലിസ്റ്റ് എന്തായാലും ഒപ്പിടുമല്ലോ. ഡെയിലി സാധനം മേടിച്ചതിന്റെ ലിസ്റ്റ് ആയിട്ട് കൺട്രോൾ എടുത്തോണ്ട് കൺട്രോളർ ഒപ്പിടാറുണ്ട്. സാധനം നോക്കിയിട്ട് ഇവിടെ ഈ സാധനം നോക്കിയിട്ട് ഒപ്പിടുന്നതിന് കൺട്രോളർ ഒപ്പിടുമ്പോൾ ഈ പൈസ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്തുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നില്ല? നിങ്ങൾ ഇത്രയും വലിയ എമൗണ്ട് ആകുമ്പോൾ അവിടെ കിട്ടിയല്ലോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അപ്പൊ എല്ലാ കാരണങ്ങളും ഈ ഒരു ഒറ്റ സംഭവം പറഞ്ഞതിന്റെ പേര് എനിക്ക് കിട്ടുന്നത് എന്തും വേണ്ടി തെരുവിളിയാണല്ലോ. ഞാൻ കൺട്രോളർ തെറി വിളിച്ചു, മറ്റേടുത്ത് വിളിച്ചത് സിനിമാക്കാരെ എല്ലാം കൂടിയിട്ട് കുറ്റം വരുന്ന ഒരു പ്രശ്നമാണിത്. തിന്ന ചാപ്പാടിന്റെ പോലും പൈസ കൊടുക്കാതെ മുങ്ങിയ ടീമുകൾ. കാരണം ഇവരുടെ മുന്നിലൊക്കെ ഈ ബില്ലുകളൊക്കെ ഓൾറെഡി ഒപ്പിട്ട് പേയ്മെന്റ് കൊടുത്താണ്. ഇപ്പൊ കറക്റ്റായിട്ട് ആഷിക്കാബ് പറഞ്ഞല്ലേ പേയ്മെന്റ് ഓൾറെഡി കൊടുത്തതാണ്. അവര് കൊടുക്കും, അത് കൊടുത്തോ ഇല്ലെന്ന് അവർ നോക്കിയിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെ കൺട്രോളർ? ഇതാണ് ഞാൻ എപ്പോഴും തിരക്കുന്നത്. എനിക്ക് ഇത്ര ടെമ്പർ തട്ടുള്ള കാലം എന്ന് പറഞ്ഞാല് തെറി വിളിച്ചിട്ടുള്ള അറിയോ? അതുകൊണ്ട് ഞാൻ ഇനിയും സംസാരിക്കും. ഇതേപോലുള്ള ഉടായ്പകൾ മൊത്തം സിനിമാക്കാർക്ക് ആക്ഷേപമാണ്. പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഇതിനകത്ത് നിരപരാധിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കുറെ എണ്ണ ഈ സിനിമയ്ക്കതുകൊണ്ട് മൊത്തം ഉള്ളത് പൈസ. പിന്നെ ഈ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ കേട്ടാൽ എന്താ വിചാരിക്കുന്നത്? ഇനിയിപ്പോ ഇത് കൊടുത്തെന്ന് വെച്ചോ, ഇതിന്റെ ഒറ്റ ന്യൂസ് പോലെ കൊടുത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ വരത്തില്ല. കാര്യം ഇത് ഓൾറെഡി ഇപ്പം ഈ പേയ്മെന്റ് തന്നെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള സാധനമാണ്. ഇനി വീണ്ടും ഇവര് പൈസ ഇറക്കണം. അപ്പൊ ഞാൻ പറയാം, ഇതാരാണ് ഇത് പറ്റിക്കാൻ